അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ സൂക്ഷ്മവതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് ബാബയുടെ മുന്നിൽ വളരെയധികം മേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാബ ആ മേഘങ്ങളെ കണ്ടുകൊണ്ട് ഇടയ്ക്ക് അല്പം പുഞ്ചിരിച്ചു. ഇടയ്ക്ക് ബാബയുടെ മുഖം അല്പം ഗൗരവമുള്ളതായി മാറുകയും ചെയ്തു. മഗ്നമായ രൂപത്തിൽ ബാബ ഇരിക്കുകയായിരുന്നു. മുന്നിൽ ബാബയെ കണ്ടുകൊണ്ട് ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, പല കുട്ടികളുടെയും ഇങ്ങനെയുള്ള ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, കുട്ടി, ബാബ വദനത്തിലാണെങ്കിലും ബാബ മേഘങ്ങളെ ഏത് രൂപത്തിലാണ് നോക്കുന്നത്? ബാബ പറഞ്ഞു, ലോകത്തിലെ മേഘങ്ങൾ അവയുടെ അനേകം നിറങ്ങൾ കാണിക്കുന്നു. കാർമേഘങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മഴ പെയ്യുന്നു. അധികം മേഘങ്ങൾ ഉണ്ടായിരുന്നാൽ അല്പം അന്ധകാരവും ഉണ്ടാകുന്നു. പിന്നെ മേഘങ്ങൾ ഇല്ലെങ്കിൽ ആകാശം പൂർണ്ണമായും വളരെ നല്ലതായി കാണപ്പെടുന്നു. 3 പ്രകാരത്തിലുള്ള ദൃശ്യം ബാബ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ പറഞ്ഞു, ബാബയും അതേ രീതിയിൽ തൻ്റെ കുട്ടികളുടെ ഉള്ളിൽ ഈ വിശേഷതകൾ നോക്കുകയായിരുന്നു. ചില കുട്ടികൾ മേഘങ്ങളായി വളരെ നന്നായി ജ്ഞാനത്തിൻ്റെ മഴ പൊഴിക്കുന്നു. ബാബയുടെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നു. ചില മേഘങ്ങൾ വരുന്നു പോകുന്നു. 3ാമത്തെ മേഘങ്ങൾ ആകാശത്തിൽ വളരെ സ്വച്ഛമായിരുന്നു. ബാബ പറഞ്ഞു, ചില കുട്ടികളുടെ അവസ്ഥ തുടക്കം മുതൽ അവസാനം വരെയും ഏകരസമായിരിക്കുന്നു. മേഘം സദാ യോജിച്ചിരുന്ന് തൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളുടെ ദൃശ്യം കാണുകയായിരുന്നു. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇപ്പോൾ സമയമനുസരിച്ച് ബാബയുടെ വിശേഷ കുട്ടികളും അങ്ങയുടെ അടുക്കൽ വദനത്തിൽ എത്തിച്ചേരുകയാണ്. ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, എൻ്റെ ശ്രേഷ്ഠവും മഹാന്മാരുമായ കുട്ടികൾ ആരാണോ ആ കുട്ടികളിൽ നിന്നും എനിക്ക് സേവനം എടുക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ ചെയ്യിക്കേണ്ടതുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയില്ല. ആ കുട്ടികളെ കൂടെ വച്ച് ആ കുട്ടികളെ നിമിത്തമാക്കി തൻ്റെ ഭാവിയിലെ കാര്യങ്ങളുടെ തയ്യാറെടുപ്പുകൾ ബാബ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ കുട്ടികളുടെ മുന്നിൽ പല മുരളികളുടെയും മാധ്യമത്തിലൂടെ അപ്രതീക്ഷിതം എവർ റെഡി എന്നതിൻ്റെ പാഠം ഉറപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ കളികളും കാണുന്നുണ്ട്. അതിനാൽ ബാബ പറഞ്ഞു, മേഘങ്ങൾ വരുന്നു പോവുകയും ചെയ്യുന്നു. അതേപോലെ പല കുട്ടികളും യജ്ഞത്തിൽ തൻ്റെ പേരുണ്ടാക്കുന്നു, പോവുകയും ചെയ്യുന്നു. ബാബ ആ കുട്ടികളെ കാണുന്നുണ്ട്. പിന്നെ ഏത് കുട്ടികൾക്ക് നിമിത്തമായുള്ള ഭോഗായിരുന്നുവോ ആ കുട്ടികളെ ബാബ വളരെ സ്നേഹപൂർവ്വം വദനത്തിൽ എമർജ് ചെയ്ത് ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, എന്തുകൊണ്ടാണ് ബാബ കുട്ടികളെ എമർജ് ചെയ്ത് ഭോഗ് സ്വീകരിപ്പിക്കുന്നത്? ബാബ പറഞ്ഞു, എനിക്ക് ഈ കുട്ടികളിലൂടെ ഇത്രയും സേവനം ചെയ്യിക്കേണ്ടതുണ്ട്, ഭാവിയിലെ പാർട്ട് നടത്തിക്കേണ്ടതുണ്ട്, കർത്തവ്യം ചെയ്യിക്കേണ്ടതുണ്ട്. ഭാവിയിൽ കുട്ടികൾക്ക് പുതിയ ജീവിതം ലഭിക്കുന്നു. ആ കുട്ടികളിലൂടെ ഭാവിയിലെ പുതിയ കാര്യവും ഉണ്ടാകുന്നു. അവർക്ക് പുതിയ ജീവിതവും ലഭിക്കുന്നു. അതിനാൽ ബാബ ആ കുട്ടികളെ വിശേഷിച്ച് എമർജ് ചെയ്യുന്നു, അവരെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ അവരെ സ്നേഹത്തോടെ എമർജ് ചെയ്ത് ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, പഴയവരും പുതിയവരുമായ കുട്ടികൾ ബാബയുടെ വീട്ടിൽ വരുന്നു. എല്ലാവർക്കും ബാബ വളരെ സ്നേഹത്തോടെ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.